കാലത്തിന്റെ മഹാപ്രവാഹത്തിൽ ചില ദേശങ്ങൾ ഓർമ്മയുടെയും സംസ്കൃതിയുടെയും കെടാത്ത ദീപങ്ങളായി നിലകൊള്ളും. ദ്രാവിഡ സംസ്കൃതിയുടെ ആത്മാവ് കുടികൊള്ളുന്ന രാജരാജ ചോളന്റെയും പാണ്ഡ്യരുടെയും വീരഗാഥകൾ ഇന്നും കാറ്റിൽ മുഴങ്ങുന്ന തമിഴകത്തിന്റെ ഹൃദയഭൂമിക അത്തരമൊരു പുണ്യസ്ഥലിയാണ്. അവിടുത്തെ 1000 വർഷം പഴക്കമുള്ള കരിങ്കൽ ശില്പങ്ങളിൽ നിന്നുയരുന്ന നിശബ്ദമായ ശിവസ്തുതികൾ കേൾക്കാനും ചരിത്രം ഘനീഭവിച്ചു കിടക്കുന്ന ആ മണ്ണിലൂടെ ഭക്തിയോടെ നടക്കാനും ഹൃദയത്തിൽ മുളപൊട്ടിയ ആഗ്രഹം ഒരു നിയോഗം പോലെ ഈ ഓണക്കാലത്താണ് സഫലമായത്. ഇതൊരു സാധാരണ വിനോദയാത്രയായിരുന്നില്ല, മറിച്ച് കാലത്തിന്റെ ഏടുകളിലേക്കുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. ഞാനും അഞ്ജുവും വസുവും സായികൃഷ്ണനും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബവും ഈ യാത്രയുടെ ചാലകശക്തികളായ പ്രിയ സുഹൃത്ത് രമേഷ് ജിയും ദീപ്തി ടീച്ചറും അവരുടെ മക്കളായ തന്മയെയും ധ്യാൻദ്യുത്തും ചേർന്ന 8 സംഘം ഒരുമിച്ചാണ് ഈ യാത്ര പുറപ്പെട്ടത്. ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച രാത്രി 9:30 നിലാവ് പരന്നു തുടങ്ങിയ യാമത്തിൽ ഞങ്ങളുടെ വാഹനം ആ പുരാതന നഗരങ്ങളുടെ വിളി കേട്ടെന്ന പോലെ തെക്കോട്ടുരുണ്ടു നീങ്ങി. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് വാഹനം മുന്നോട്ട് കുതിച്ചു. തമിഴകത്തെ മികച്ച 4 വരി പാതയിലൂടെയുള്ള യാത്ര സുഖകരമായിരുന്നു. പ്രഭാതസൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ തൊട്ടപ്പോൾ ഏകദേശം രാവിലെ 9:30 ഞങ്ങൾ കാവേരി നദിയാൽ അനുഗ്രഹീതമായ തഞ്ചാവൂരിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചു. തമിഴ്നാടിന്റെ നെല്ലറ എന്ന വിശേഷണം അന്വർത്ഥമാക്കും വിധം ഇരുവശത്തും പച്ചപ്പാർന്ന പാടങ്ങൾ. ഒരു കാലത്ത് കലയും സാഹിത്യവും സംഗീതവും സിരകളിലോടിയ ഭരതനാട്യവും തഞ്ചാവൂർ ചിത്രകലയും പിറവിയെടുത്ത ചോള സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. എന്നാൽ വർത്തമാനകാല തഞ്ചാവൂരിലേക്കുള്ള പ്രവേശന കവാടം അത്ര ഹൃദ്യമായിരുന്നില്ല. പാതയുടെ ഇരുവശത്തും ദാരിദ്ര്യത്തിന്റെ നേർക്കാഴ്ചകൾ എന്നോണം നിരന്ന കുടിലുകളും വൃത്തിഹീനമായ പരിസരങ്ങളും ഒരു വൈരുദ്ധ്യം പോലെ തോന്നി. എന്നാൽ പ്രധാന നഗരത്തിലെത്തിയപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടു. താമസ സൗകര്യത്തിനായി അല്പനേരം അലയേണ്ടി വന്നെങ്കിലും ഒടുവിൽ താരതമ്യേന ചിലവ് കുറഞ്ഞതും വൃത്തിയുള്ളതുമായൊരു ലോഡ്ജിൽ ഞങ്ങൾ മുറികൾ കണ്ടെത്തി. ദീർഘയാത്രയുടെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും തഞ്ചാവൂരിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള തിടുക്കത്തിൽ ചൂടുവെള്ളത്തിലെ സ്നാനത്തോടെ എല്ലാവരും ഉന്മേഷവാന്മാരായി. വസന്തഭവനിലെ വിഭവസമൃദ്ധമായ തമിഴ് ഊണിന് ശേഷം ഞങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനത്തേക്ക് ചോളപ്പെരുമയുടെ നിത്യവിസ്മയമായ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ക്ഷേത്രത്തിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ ആകാശത്തേക്ക് ഒരു പ്രാർത്ഥന പോലെ, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിന്റെ അഹങ്കാരം പോലെ ഉയർന്നു നിൽക്കുന്ന അതിന്റെ കൂറ്റൻ വിമാനം, ഗോപുരം ദൃശ്യമായിരുന്നു. ഇത് കേവലം ഒരു ആരാധനാലയമല്ല, മറിച്ച് രാജരാജ ചോളൻ ഒന്നാമൻ എന്ന ചക്രവർത്തിയുടെ അധികാരത്തിന്റെയും ഭക്തിയുടെയും സാങ്കേതിക തികവിന്റെയും അചഞ്ചലമായ പ്രഖ്യാപനമാണ്. ക്രിസ്തുവർഷം 1010 പണി പൂർത്തിയാക്കിയ ഈ മഹാക്ഷേത്രം ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ കേന്ദ്രബിന്ദുവായിരുന്നു. വാഹനം നിർത്തി കേരളാന്തകൻ എന്നു പേരുള്ള ഭീമാകാരമായ ഗോപുരവാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലെത്തുന്നു. സമയത്തിന്റെ കണക്കുകൾ അവിടെ അപ്രസക്തമാകുന്നു. ഇരട്ട മതിൽക്കെട്ടുകൾക്ക് മുകളിൽ ഒരേ താളത്തിൽ ചിട്ടയോടെ നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് നന്ദിരൂപങ്ങൾ ക്ഷേത്രപാലകരെ പോലെ നമ്മെ നോക്കി നിൽക്കുന്നു. ഉച്ചവെയിലിന്റെ കാഠിന്യം ക്ഷേത്രമുറ്റത്തെ കരിങ്കൽപ്പാളികളെ പഴുപ്പിച്ച ഇരുമ്പ് പോലെയാക്കിയിരുന്നു. അതൊരു അഗ്നിപരീക്ഷയായിരുന്നു. പാദരക്ഷകൾ അഴിച്ചുവെച്ച് ആ ചുട്ടുപൊള്ളുന്ന നിലത്തിലൂടെ ഓടിയും നടന്നുമുള്ള യാത്രയിൽ പാദങ്ങൾ നീറി പുകഞ്ഞു. 12:30 നടയടയ്ക്കുമെന്നറിഞ്ഞതോടെ വേദന വകവയ്ക്കാതെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ആ ഓട്ടത്തിനിടയിലും ശിവപുത്രനായ സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിലിന്റെ മനോഹരമായ നൃത്തം ക്ഷേത്രമുറ്റത്ത് കണ്ടത് മനസ്സിന് ഒരു നിമിഷം കുളിർമയേകി. അസഹനീയമായ ചൂടിനെ അതിജീവിക്കാൻ
തമിഴ്നാട് സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഓർഗാനിക് ശീതളപാനീയങ്ങൾ നുണഞ്ഞ ശേഷം ഉച്ചയ്ക്ക് 3:30 ഞങ്ങൾ കുംഭകോണത്തിനടുത്തുള്ള ധാരാസുരത്തേക്ക് നീങ്ങി. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ വലിപ്പം നൽകിയ അമ്പരപ്പിൽ നിന്ന് വ്യത്യസ്തമായി ധാരാസുരത്തെ ഐരാവതേശ്വര ക്ഷേത്രം ശാന്തമായൊരു കവിത പോലെയാണ് ഞങ്ങളെ എതിരേറ്റത്. ഗ്രാമീണമായ ശാന്തതയിൽ പച്ചപ്പുൽ തകിടികളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ആ ക്ഷേത്രം ഒരു ശിലാകാവ്യം പോലെ മനോഹരമായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ്. ഇന്ദ്രന്റെ വാഹനമായ വെളുത്ത ആന ഐരാവതം ഇവിടെ വെച്ച് ശിവനെ പൂജിച്ച് ശാപമോക്ഷം നേടിയെന്നാണ് ഐതിഹ്യം. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഈ നിർമ്മിതിയുടെ ഓരോ ഇഞ്ചിലും കൊത്തുപണികളാണ്. ഹംപിയിലെ തകർന്നുപോയ ക്ഷേത്രങ്ങളുടെ സ്മരണകൾ മനസ്സിലേക്ക് വന്നു. അവ നശിപ്പിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ ഇതുപോലെ പ്രൗഢമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. രഥത്തിന്റെ ആകൃതിയിലുള്ള മുഖമണ്ഡപവും നൃത്തം ചെയ്യുന്ന ശില്പങ്ങളും സംഗീതം പൊഴിക്കുന്ന കൽത്തൂണുകളും അത്ഭുതകരമാണ്. വിശാലമായ ക്ഷേത്രമുറ്റത്തെ പുൽത്തകിടികൾ തദ്ദേശവാസികളായ കുട്ടികളുടെ കളിസ്ഥലം കൂടിയാണ്. ശിവനെ തൊഴുതു പുറത്തിറങ്ങിയ ഞങ്ങളെ കാത്ത് അപൂർവമായൊരു കാഴ്ചയുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന് തൊട്ടു പിന്നിലായി ആകാശത്ത് ഐരാവതത്തിന്റെ അഥവാ ആനയുടെ അതേ ആകൃതിയിലുള്ള ഒരു വിശാലമായ മേഘം. ഭഗവാനെ വണങ്ങാനായി ഐരാവതം നേരിട്ടെത്തിയതാണോ എന്നൊരു നിമിഷം ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. പ്രകൃതി പോലും ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിമിഷം. ക്ഷേത്രനഗരിയോട് വിട പറഞ്ഞ് രാത്രി 8 മണിയോടെ ഞങ്ങൾ തഞ്ചാവൂരിലേക്ക് തിരിച്ചു. ശരീരം തളർന്നിരുന്നെങ്കിലും മനസ്സ് നിറഞ്ഞിരുന്നു. മനസ്സിൽ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ഇരുളിൽ തിളങ്ങുന്ന മഹാശിവലിംഗവും ധാരാസുരത്തെ കല്ലിൽ വിരിഞ്ഞ കവിതകളും ആകാശത്ത് കണ്ട അത്ഭുതമായ ഐരാവത രൂപവും മായാതെ നിന്നു. അതൊരു യാത്രയുടെ 1ാം ദിനം മാത്രമായിരുന്നില്ല, മറിച്ച് കാലത്തിന്റെ താളിയോലകളിലൂടെയുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ചോള രാജാക്കന്മാർ കല്ലിൽ കുറിച്ചുവെച്ച ആ വിശ്വാസത്തിന്റെയും കലയുടെയും സമർപ്പണത്തിന്റെയും മഹാപ്രപഞ്ചത്തിൽ ഒരു ചെറു കണികയായി അലിഞ്ഞു ചേരാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലായിരുന്നു ഞങ്ങൾ. തഞ്ചാവൂർ നഗരത്തിലെ ലോഡ്ജിൽ ചരിത്രമുറങ്ങുന്ന ആ മണ്ണിൽ അന്ന് രാത്രി ഞങ്ങൾ സുഖമായി ഉറങ്ങി.